ഹായ് ഫ്രണ്ട്സ്, എജു വേൾഡിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്കിന്ന് കുറച്ചുകൂടി ഗണിത ക്യൂസ് ഒന്ന് പരിചയപ്പെട്ടാലോ? അതിനു മുമ്പായി എല്ലാവരും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. ത്രികോണമിതിയുടെ പിതാവ് ആരാണ്? ഉത്തരം ഹിപ്പാർക്കസ്. ഭാരതീയ ഗണിതശാസ്ത്ര പ്രകാരം അർബുദം എത്രയാണ്? ഉത്തരം 10 കോടി. ദശാംശ ചിഹ്നം ഉപയോഗിച്ച് ആദ്യമായി സംഖ്യ എഴുതിയ ശാസ്ത്രജ്ഞൻ ആര്? ഉത്തരം പെല്ലോസ് പെല്ലിസാറ്റി. ബീജഗണിതത്തിൻ്റെ പിതാവ് ആര്? ഉത്തരം ഫ്രാങ്കോയിസ് വീറ്റ. സ്വർഗത്തിൻ്റെ സമ്മാനമെന്ന് പണ്ഡിതന്മാർ വിളിക്കുന്ന ഗണിതശാസ്ത്രജ്ഞൻ ആര്? ഉത്തരം ശ്രീനിവാസ രാമാനുജൻ. രാമാനുജൻ്റെ സുഹൃത്തും സഹപ്രവർത്തകനുമായ ഗണിതശാസ്ത്രജ്ഞൻ? ഉത്തരം ഹാർഡി. മോണാലിസ എന്ന അതിനിഗൂഢമായ ചിത്രത്തിൻ്റെ ഉപജ്ഞാതാവായ ഗണിതശാസ്ത്രജ്ഞൻ? ഉത്തരം ലിയനാർഡോ ഡാവിഞ്ചി. ക്ഷേത്രഗണിതത്തിൽ അറിവ് നേടാത്തവർ ഈ പടി കടക്കാതിരിക്കട്ടെ. ഈ വാചകം എവിടെ എഴുതി വയ്ക്കപ്പെട്ടതാണ്? പ്ലേറ്റോയുടെ അക്കാദമിയുടെ മുന്നിൽ. പ്രസിദ്ധ പേർഷ്യൻ കവിയായ ഗണിതശാസ്ത്രജ്ഞൻ? ഉത്തരം ഒമർ ഖയ്യാം. സങ്കലന ചിഹ്നം കണ്ടുപിടിച്ചത് ആര്? ഉത്തരം ജോഹാൻ വിറ്റ്മാൻ. വ്യവകലന ചിഹ്നം കണ്ടുപിടിച്ചത് ആര്? ഉത്തരം ജോഹാൻ വിറ്റ്മാൻ. സമചിഹ്നം കണ്ടുപിടിച്ചത് ആര്? ഉത്തരം റോബർട്ട് റിക്കാർഡ്. ഹരണചിഹ്നം കണ്ടുപിടിച്ചത് ആര്? ജോൺ പൈൽ. സിദ്ധാന്ത ശിരോമണി എന്ന കൃതി രചിച്ചത് ആര്? ഉത്തരം ഭാസ്കരൻ രണ്ടാമൻ. ആര്യഭടീയം രചിച്ചത് ആര്? ഉത്തരം ആര്യഭടൻ. ഒന്നിനു ശേഷം 100 പൂജ്യങ്ങൾ വരുന്ന സംഖ്യ? ഉത്തരം ഗൂഗോൾ. പൈയുടെ മൂല്യം എത്രയാണ്? ഉത്തരം 3.14. സഹസ്രം എന്നാൽ എത്ര? ഉത്തരം 1000. സംഖ്യാദർശനം ആവിഷ്കരിച്ചത് ആരാണ്? ഉത്തരം കപിലൻ. ഗൂഗോൾ എന്ന സംഖ്യയെ നാമകരണം ചെയ്തത്? ഉത്തരം എഡ്വേർഡ് കാസ്നർ.